മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, പലപ്പോഴും നിങ്ങളെ തൊടാൻ പോലും അർഹതയില്ലാത്തവരാണ് നിങ്ങൾക്കു നേരെ വിരൽ ചൂണ്ടുന്നത്. ചില നഷ്ടങ്ങൾ നല്ലതിന് ആയിരുന്നു എന്ന് കാലം തെളിയിക്കും. അത് ഉണ്ടാക്കിയ മുറിവിൻ്റെ ആഴവും അത് കുറയ്ക്കും. വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ അടുത്ത നീക്കം എന്താണെന്ന് നിങ്ങളുടെ നിഴൽ പോലും മനസ്സിലാക്കരുത്. ഭക്തരെ, നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങൾ എത്രയധികം പുറമേ പ്രകടിപ്പിക്കുന്നുവോ അത്രയധികം ആളുകൾക്ക് നിങ്ങളെ വേദനിപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്താൻ കഴിയും. നിങ്ങളുടെ ബന്ധുക്കളെ ആശ്രയിക്കാതിരിക്കുക. കാരണം മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നത് നിങ്ങളെ അവരുടെ ആശ്രിതരും ദുർബലരും ആക്കുന്നു. വിജയത്തിൻ്റെ തൊട്ടു മുന്നിലെത്തി എന്ന് തിരിച്ചറിയാതെ പരിശ്രമം അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ പരാജയം. ഭക്തരെ, സമാധാനം ഇല്ലാത്ത ബന്ധങ്ങളിൽ നിന്നും എപ്പോഴും വിട്ടുനിൽക്കുക. നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. അതിനെ നന്നായി പരിശീലിപ്പിക്കുക. ആകസ്മികമായി നിങ്ങൾ ആരെയും കണ്ടുമുട്ടാറില്ല. അവിടെ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും. ഒന്നുകിൽ ഒരു പാഠം, അല്ലെങ്കിൽ ഒരു അനുഗ്രഹം. ഭക്തരെ, ആരെയും വാക്കുകളിലൂടെ അറിയാൻ ശ്രമിക്കരുത്. കാരണം അഭിനയിക്കാൻ ഏറ്റവും എളുപ്പം വാക്കുകളിലൂടെയാണ്. നിങ്ങളെ തെറ്റിദ്ധരിച്ചവരെ തിരുത്താൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങളെ മനസ്സിലാക്കിയ ചിലരുണ്ടാകും. അവരെ നഷ്ടപ്പെടുത്താതെ നോക്കുക. തനിച്ചാക്കി പോകില്ല എന്ന വിശ്വാസത്തിൽ ആരെയും അമിതമായി സ്നേഹിക്കാതിരിക്കുക, പരിഗണിക്കാതിരിക്കുക. അത് നിങ്ങളെ തീരാ ദുഃഖത്തിലാഴ്ത്തും. മനുഷ്യനാണ്, മാറും, മടുക്കും. അവരുടെ സാഹചര്യങ്ങൾ മാറുമ്പോൾ അവരുടെ ഇഷ്ടങ്ങളും മാറും. ഈ ലോകത്തിൽ ഏറ്റവും സ്വാർത്ഥതയുള്ളത് മനുഷ്യർക്കാണ്. കാരണം അവർ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ കുറവുകൾ മറക്കുന്നു. എന്നാൽ അവർ നിങ്ങളെ വെറുക്കുമ്പോൾ നിങ്ങളുടെ നല്ല ഗുണങ്ങളെല്ലാം മറക്കുകയും ചെയ്യുന്നു. ഭക്തരെല്ലാവരും സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.